പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥികർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തില് ഞങ്ങള് രോഗമുള്ള വിവിധ ഇടങ്ങളിലെ ഞങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനയുടെ ഈ നിമിഷം വിശ്വാസ സഹസ്രങ്ങള് നില ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവേ, ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ കൈകളായി തിരുമുറുവാർന്ന അത്ഭുതകരങ്ങളായി മാറ്റണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ഈ നിമിഷം ഞങ്ങൾ ഇറങ്ങി വസിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. ഹൃദയരോഗികൾ ഹൃദയഭാഗങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരരോഗികൾ ഹൃദയത്തിൻ്റെ അടിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദരരോഗികൾ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരെ, സിസ്റ്റ് രോഗികളൊക്കെ ചെറുകുടലിൽ കുരുക്കമുള്ളവരും ഗർഭാശയത്തിൽ മുഴകളുള്ളവരൊക്കെ ഊടിൻ്റെ താഴെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസ് രോഗികൾ, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ, ശിരസിൽ മാറാത്ത തലവേദന ഉള്ളവർ, അതുപോലെ പഠിക്കുമ്പോൾ ബുദ്ധി ഓർമ്മശക്തി കുറഞ്ഞുള്ളവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവർ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കണം. എല്ലാം കർത്താവ് തന്നതാണ്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു എന്ന് ജോബ് പറയുമ്പോഴേ എടുത്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ജോബിന്. നിനക്കും തിരിച്ചു തരുമെന്നാണ് കർത്താവ് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, വാദരോഗികള് കർത്താവിന്റെ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര്, വൈനാറ്റമുള്ളവര്, പല്ല് കൊഴിയുന്നവര്, പല്ലിന് വേദന ഉള്ളവര്, തൈറോയ്ഡ് രോഗികള്, ക്യാൻസർ രോഗികള്, ത്വക്ക് രോഗികള്, കർത്താവ് ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉള്ളവര്, ഞരമ്പുകളുടെ സിസ്റ്റ് വളരുന്നവര്, ഹൃദയ രോഗികള്, കരൾ രോഗികള്, പാൻക്രിയാസിന്റെ രോഗമുള്ളവര്, നടുവേദനക്കാര്, അസുഖമുള്ളവര്, കിഡ്നി രോഗികള്, യേശുവിന്റെ നാമത്തില് പെരിക്കോസ് രോഗികള്, വിശപ്പ് രോഗികള്, ഉള്ളംകാലം മുതല് ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. ഉള്ളക്കാലം മുതല് ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. സ്രാവരോഗികള്, ലൈംഗിക ശേഷിയില്ലാത്തവര്, സ്രാവരോഗികള്, ലൈംഗിക ശേഷിയില്ലാത്തവര്, മാറാത്തവര്, രക്തസ്രാവരോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഇല്ലാത്തവര് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഡിപ്രഷനുള്ളവര്, ഹിസ്റ്റീരിയ രോഗികള്, പൈശാചിക ബാധയുള്ളവര് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികള്, വേദികള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അരികിൽ നീ വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ വിഷയങ്ങളും ഉടമ്പടിയിൽ വസിക്കുന്ന ഓരോ വിഷയങ്ങളും, ചിലര് IITS പോലെയുള്ള മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ ചെയ്യാൻ പോകുന്നവരുണ്ട്. ചെയ്ത് റിസൾട്ട് വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട്. +1 തൊട്ടുള്ള റിസൾട്ടുകൾ, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും എല്ലാ തരത്തിലുള്ള പ്രൊഫഷണലും നോൺ പ്രൊഫഷണലുമായിട്ടുള്ള പരീക്ഷകൾ, MD പരീക്ഷകൾ കഴിഞ്ഞു, എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞവരുണ്ട്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ. അവിടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് അവർക്ക് അഡ്മിഷൻ കിട്ടണം.
ഉടമ്പടി വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. അതാണ് നമ്മുടെ പിടിവള്ളി, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഓർക്കുക. വസ്തു വിൽക്കാത്തവർ, വസ്തു വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, വഴി തരുമെന്ന് പറഞ്ഞിട്ട് 30 കൊല്ലമായിട്ട് വഴി കിട്ടാത്തവർ, എപ്പോഴും ശരീരത്തിൽ നിന്ന് കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവർ, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. 10,000-ങ്ങളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. കൃപാസനം ഒരു പുഴയല്ല, ഒരു മഞ്ഞും മഴയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മലയിലൂടെ സൽപ്രവർത്തികളുടെ 10,000 നദികൾ ഒഴുകുകയാണ്. ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെ പോരാ, 10,000 മനുഷ്യരെ കൊണ്ട് കാരുണ്യപ്രവൃത്തി ചെയ്യിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ എടുത്തിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. കാര്യം എല്ലാം ഒരു അമ്മ എടുത്തുനിന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയും നമ്മളെല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായി യേശുക്രിസ്തുവിനോ, അമ്മയാണ് യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിലെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന മാധ്യസ്ഥ ശക്തി. അത് അപ്രതിരോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഈ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ ആശ്രയം വെക്കാം. നെറ്റിയിലൊക്കെ കുരു വന്നിട്ട് പുറത്തു പോകാത്തവർ, പാടുള്ളവർ പ്രാർത്ഥിക്കണം. നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നെറ്റിയിലൊക്കെ പഴയ രോഗത്തിൻ്റെ പാടുകൾ കിടക്കുന്ന കാരണം കോംപ്ലക്സ് അടിച്ചിരിക്കുന്നവരുണ്ട്. സ്വയം വിഷമിച്ച് കണ്ണാടി നോക്കുമ്പോൾ ആവശ്യമില്ലാതെ വേദനിക്കുന്നവരുടെ ആന്തരിക സൗഖ്യം കിട്ടണം. അവർക്ക് കോൺഫിഡൻസ് പോയ ആൾക്കാരെ അമ്മേ ഇപ്പോഴും സമർപ്പിക്കുന്നു. ശാരീരികമായി എന്തെങ്കിലും വൈകല്യം കൊണ്ട് കോൺഫിഡൻസ് പോയവരുണ്ട്. ശരീരത്തിൽ മുഖത്ത് മീശൊക്കെ വളരുന്ന ഹോർമോൺ ഡെഫിഷ്യൻസി ഇംബാലൻസ് ഒക്കെ ഉള്ള ലേഡീസ് ഉണ്ട്. അവരുടെ കോൺഫിഡൻസ് അവർക്ക് പോയിരിക്കുക. അവിടെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങൾ, ചിരങ്ങുള്ളവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം അമ്മ പറഞ്ഞു. എൻ്റെ മകൾ ഡെർമറ്റോളജിസ്റ്റാണ്, പക്ഷെ അവളുടെ കാല് ചിരങ്ങാണ്. അവൾക്കത് സുഖപ്പെടുത്താനുള്ള മരുന്ന് അവളുടെ കയ്യിലില്ല. അപ്പം ഞാൻ ഓർത്ത് പിന്നെ എന്താണ് ഇവർ പഠിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വരുമ്പോൾ അവളുടെ കാല് നല്ല ഗ്ലാസ് പോലെ ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് അവൾ വന്നപ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കാതെ ആ കാല് നല്ല പുതിയ കാല് പോലെ ഇരുന്നെന്ന്. അമ്മ എവിടെയെല്ലാമൊക്കെയാണ്. ഒന്നും അമ്മയുടെ കണ്ണിൽ നിന്ന് പുറത്തുള്ള കാര്യമല്ല, ഒന്നും അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുമില്ല. എല്ലാം പറഞ്ഞ് എല്ലാ മേഖലകളിലും അമ്മ ക്രിസ്തുവുമായി നിന്നെ ഒന്നിപ്പിക്കുകയാണ്. അത് ഉടമ്പടി പോലെ ഒന്നിപ്പിക്കുന്ന, ദൈവമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഏതാണെന്ന്. കാരണം ദൈവം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ആദിമസഭയോട് ദൈവം പറഞ്ഞതാണ്, നിന്റെ കണ്ണീരെല്ലാം ഞാൻ തുടച്ചു മാറ്റുമെന്ന്. ആദിമസഭയ്ക്ക് എപ്പോഴും മതപീഡനമായിരുന്നു. നൈജീരിയയിൽ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള മതപീഡനങ്ങൾ. ആ മതപീഡനത്തിൻ്റെ കാലത്തും ദൈവം വാഗ്ദാനം ഇറക്കി കൊടുത്തു, നിൻ്റെ കണ്ണുനീര് ഞാൻ ഒപ്പിയെടുക്കുമെന്ന്. അവിടുന്ന് നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുമെന്ന്. അവസാനം വരെ ദൈവം ഉടമ്പടി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഗ്ദാനങ്ങൾ ആധ്യാത്മികത എല്ലാത്തിലും വലുതാണ്. കാരണം അത് വരാതിരിക്കുന്ന ജീവിതത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് 1 തിമോത്തി 4:8 നമ്മൾ ധ്യാനിച്ചു. അത് ദൈവപൈതരെ, നിനക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറഞ്ഞു പോയാൽ അടുത്ത സ്ഥലത്തേക്ക് തരുമ്പോൾ അത് റീഫണ്ട് ചെയ്യാം. കാര്യം എല്ലാം ഐ വിൽ റീഇൻസ്റ്റേറ്റ് യുവർ ലൈഫ് എന്നാണ്. നിൻ്റെ ഭാഗധേയത്തെ ദൈവം പുനഃസ്ഥാപിക്കാം. അതെല്ലാം വാഗ്ദാനങ്ങളാണ് വചനത്തിൻ്റെ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാനിന്ന് അനുഭവിക്കുന്ന എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കള്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ദുർനടപ്പുകള്, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകള്, സാമ്പത്തിക കടങ്ങള്, വിൽക്കാത്ത ഭൂമി, വാങ്ങാൻ പറ്റാത്ത വീട്, എല്ലാ മേഖലകളിലും ദൈവമേ ഇടപെടണമേ. കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണം? പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടി, സമാധാനത്തോടെ പണം കിട്ടി, ശമ്പളം കിട്ടി, ജീവിക്കാൻ പറ്റാത്തവര്, കിട്ടാത്തവര്,
PR കിട്ടാത്തവരെ, പലതരത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങളുമായി ജീവിക്കുന്നവരെ ഇപ്പോഴേ ഏറ്റെടുക്കണമേ. മക്കളില്ലാത്തവരെ ഏറ്റെടുക്കണമേ. കേസുള്ളവരെ, കേസുകളുള്ളവരെ, വ്യവഹാരങ്ങളുള്ളവരെ ഏറ്റെടുക്കണമേ. ജീവിത ജോലികള്, വരുമാന മാർഗങ്ങള്, ഒന്നുമില്ലാത്തവരെ ഏറ്റെടുക്കണമേ. കച്ചവടമില്ലാത്തവരെ, കസ്റ്റമേഴ്സ് ഇല്ലാത്തവരെ, തെറ്റ് നടപടി വരാൻ പോകുന്നവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, കടം പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, രോഗികളെ, സുഖപ്പെടാത്തവരെ എല്ലാം ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ, ദൈവത്തിന്റെ സൗഖ്യം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. പോലെ ഹൃദയം സദയം തൊടേണേ സുഖമായി മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. എല്ലാ ഉടമ്പടി ദിവികാരനാഥിനുള്ളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി എന്നെ. അതിനായി ദൈവത്തിനും ഈശോ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റെനി മാത്യു. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് ഇടവക അംഗമാണ്. കുറിച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രശസ്ത സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 13 വർഷം ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. ഞാൻ വിജയപുരം രൂപത അംഗവുമാണ്. രൂപതയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ വേക്കൻസി വന്നപ്പോൾ പള്ളിയിൽ നോട്ടീസ് വായിക്കുകയും അതനുസരിച്ച് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തു. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് രൂപതയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. 2022 ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തു. 2 ദിവസം കൊണ്ടാണ് ഞാൻ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് പോകുന്നത്.
അവിടെ ചെന്നപ്പോൾ നമ്മളെപ്പോലുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം ഒരു ഏലപ്പാറയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകത്തേക്കുള്ള ഒരു സ്കൂളാണ്. അവിടെ ഞാൻ രൂപതയുടെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. തിങ്കളാഴ്ച പോയാൽ വെള്ളിയാഴ്ച രാത്രി മാത്രമേ തിരിച്ച് വീട്ടിലെത്തുകയുള്ളൂ. ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്ത് ഒരു 4 ആഴ്ചയായപ്പോൾ ഒരു സുപ്രീം കോടതി ഓർഡർ വന്നു. ഭിന്നശേഷി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ അപ്പോയിൻമെൻറ്റുകളും ഫ്രീസ് ചെയ്യുകയാണെന്നും മുന്നോട്ട് യാതൊരു കാര്യങ്ങളും നടക്കത്തില്ല എന്നാണ് ഒരു ഓർഡർ കിട്ടിയത്. വളരെ സങ്കടകരമായ ഒരവസ്ഥയായിരുന്നു. വീണ്ടും എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരും തന്നെ, പള്ളിയിലാണെങ്കിലും അധ്യാപകരാണെങ്കിലും എല്ലാവരും എന്നോട് പറയും, കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുത്ത മിസ്സേ എല്ലാം ശരിയാകുമെന്ന്. ഞാനും ഓർത്ത് ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടില്ല. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും, ഹസ്ബൻഡും 2 മക്കളുമാകുന്നതാണ് എൻ്റെ കുടുംബം. ഞാനിവിടെ വന്നു, ഈശോയോട് പ്രാർത്ഥിച്ചു. സാധാരണ പള്ളി വരുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്കുണ്ടായിരുന്ന 2 കാര്യം ഞാൻ ആവശ്യപ്പെട്ടു. ഒന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വിട്ടുമാറാത്ത ചുമയായിരുന്നു. 2ാമത്, വില്ലേജ് ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റുമായിരുന്നു. ഇത് 2 ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ലൈനായിട്ട് ആളുകൾ വരുന്നു പോകുന്നു. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ അന്നൊരു കാര്യം തീരുമാനിച്ചു, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വീണ്ടും വരും. ഞാൻ പോകുന്നതിന് മുന്നേ കൗണ്ടറിൽ പോയി കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു, മനസ്സിലാക്കി ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ആദ്യമായി 17/7/2023 ഉടമ്പടി എടുത്തു. സാധാരണ ഉടമ്പടിയിൽ അറ്റൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ക്ലാസ്സിന് പോയിരുന്നു. 6 കാര്യങ്ങൾ ഞാൻ കൃത്യമായി എഴുതി. അതിൽ ഞാൻ ആദ്യം എഴുതിയത്, അവിടെ കൗൺസിലിങ്ങിൻ്റെ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ആദ്യം പറഞ്ഞത്, നമ്മൾക്ക് എന്തെങ്കിലും ഭൗതികമായ ആവശ്യം മാത്രമല്ല, നമ്മൾക്ക് ആത്മീയമായി വളരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം എഴുതിയത്, എൻ്റെ കുടുംബം കൂദാശപരമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്നാണ്. 2ാമത്, ഞാൻ എൻ്റെ ജോലിയിലുള്ള ഈ ഇൻ്റർവ്യൂ നടന്ന് ഇതെനിക്ക് പെർമനൻ്റ് ആക്കി ഈ ജോബ് തരണേ എന്ന് പ്രാർത്ഥിച്ചു. 3ാമത്, എൻ്റെ പപ്പയുടെ ഒരു സർജറി ആയിരുന്നു, അത് ഞാൻ പ്രാർത്ഥിച്ചു. ബാക്കി 3 കാര്യങ്ങളും ഞാൻ എഴുതി. അതിനുശേഷം ഈ ഉടമ്പടി ഏകദേശം തീരാറാകുന്ന സമയങ്ങളിൽ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരവസരം ലഭിക്കുകയുണ്ടായി. അപ്പം അതിനു മുന്നേ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിന് വേണ്ടിയുള്ള ലെറ്ററുകൾ ഗവൺമെൻറ്റിൽ അയക്കുന്നുണ്ട്. അയക്കുന്നതെല്ലാം റിജക്ഷനാണ്, എല്ലാം തിരിച്ചു വരുവാണ്. ഭിന്നശേഷി അപ്പോയിൻമെൻറ്റ് നടക്കാതെ ഒറ്റ അപ്പോയിൻമെൻറ്റുകൾ നടക്കില്ല എന്ന് തന്നെയാണ് ഓർഡറുകൾ പറയുന്നത്. വളരെ സങ്കടകരമായിരുന്നു. വീണ്ടും അച്ഛനെ കാണാൻ ഇവിടെ നിന്നു. എല്ലാവരും നിൽക്കുന്നത് പോലെ ഞാനും നിന്നു. റിജക്ഷൻ ലെറ്റർ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എനിക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഒന്നും എനിക്കറിയില്ല. ഉണ്ടായിരുന്ന ഒരു ജോലി എനിക്ക് പോയി, ശമ്പളം പോയി. എൻ്റെ കുടുംബത്തിലെ ഒരു വരുമാനം, സ്ഥിര വരുമാനം ഞാനാണ്. എൻ്റെ മക്കളെ എനിക്ക് വളർത്തണം. എനിക്ക് മുന്നേ പോയി എൻ്റെ എല്ലാ കാര്യങ്ങളും നീ സാധിച്ചു തരണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് സമയമായി. അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ആ വൈറ്റ് പേപ്പറായിരുന്നു. അച്ഛൻ അത് വായിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, വളരെ സ്വീകാര്യമായ രീതിയിൽ അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിൻ്റെ പ്രശ്നം എന്താണ്? ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയായിരുന്നു, ഞാൻ ജോലിയിലായിരുന്നു, ഇപ്പം എനിക്ക് ജോലിയില്ല. ഇപ്പം ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരമായൊരു ജോലി അല്ല. എൻ്റെ 22 ഡിസംബറിൽ ഞാൻ ഏജ് ഓവർ ആകുവാണ്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കത്തില്ല. 22/12/2023 ഞാൻ ഏജ് ഓവർ ആണ് എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എൻ്റെ റിജക്ഷൻ ലെറ്റർ വാങ്ങിച്ച് മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ എല്ലാ കാര്യവും ശരിയാകും, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തിൽ തിരിച്ചുപോയി. വീണ്ടും ഓഫീസുകളെല്ലാം കയറി നടന്നു. ഒത്തിരി ഓഫീസുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ കയറേണ്ടി വന്നു. അമ്മ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളും നിമിഷങ്ങളുമായിരുന്നു. എൻ്റെ കയ്യിൽ അച്ഛൻ തന്ന കാശ് രൂപവും ഉടമ്പടി തൈലവും പത്രവും എന്തൊക്കെ ഇവിടെ നിന്നുണ്ടോ അതെല്ലാം എൻ്റെ ബാഗിൽ കാണും. ഞാൻ അതുമായിട്ടാണ് നടന്നത്. ഓരോ ഓഫീസുകളും, ഞാനും പ്രതീക്ഷിച്ചിരുന്നത് ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാവരും വളരെ ഇതിപ്പോൾ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ വളരെ സ്വീകാര്യമായ രീതിയിൽ എന്നെ സ്വീകരിച്ചു. എൻ്റെ കാര്യങ്ങൾ വളരെ പേഷ്യൻ്റോടുകൂടി അവർ കേട്ടു. എനിക്ക് വേണ്ട കാര്യങ്ങൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തന്നുകൊണ്ടേയിരുന്നു. അമ്മ മാതാവിൻ്റെ സ്നേഹം വളരെയേറെ അനുഭവിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടി തീർന്നു. അങ്ങനെ ഞാൻ 18/11 തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞാൻ എഴുതിയപ്പോൾ ഞാൻ ഇവിടുന്ന് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അതിലെഴുതിയപ്പോൾ കൃത്യമായിട്ട് എഴുതി 7/12 എന്നൊരു ഡേറ്റ് ഉണ്ട്. അന്ന് എൻ്റെ ഇൻ്റർവ്യൂ നടത്തി എന്നെ നീ ഗവൺമെൻറ് ജോലിയിൽ എൻ്റർ ചെയ്യണം എന്ന് തന്നെ ഞാൻ അതിനകത്ത് എഴുതി.
കൂടാതെ എൻ്റെ മകൻ്റെ ജോലിയിൽ പഠനവുമായി ബന്ധപ്പെട്ട റിസൾട്ട് വരാറായിരുന്നു. നല്ലൊരു മാർക്ക് ലഭിക്കണമെന്നും പിന്നെ അത്യാവശ്യം 6 കാര്യങ്ങളും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു. ദൈവാനുഗ്രഹത്താൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ 22/12 ഏജ് ഓവറാകുന്ന എന്നെ അമ്മ മാതാവ് 20/12 ഇൻ്റർവ്യൂ നടത്തി 21/12 ഞാനൊരു പെർമനൻറ്റ് ഗവൺമെൻറ് എംപ്ലോയിയായി ഞാൻ രജിസ്റ്ററിൽ സൈൻ ചെയ്തു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു മെറിറ്റ് അല്ല. അച്ഛൻ പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് ഇതെനിക്ക് നടന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ അവിടെയും ഉടമ്പടി നിർത്തിയില്ല. തൊട്ടടുത്ത ദിവസം, അതായത് 18/11/2023 പുതുക്കിയതിന് ശേഷമാണ് ഞാൻ പെർമനൻ്റ് എംപ്ലോയി ആകുന്നത്. വീണ്ടും അടുത്ത പുതുക്കൽ ഞാൻ 19/2/2024 ഉടമ്പടി പുതുക്കി. എന്ന് തീരുന്നോ പിറ്റേ ദിവസം വന്ന് ഞാൻ പുതുക്കും. അത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് പ്രാർത്ഥിച്ചതാണ്, എനിക്ക് നീ ഗവൺമെൻറ് ജോലി തന്നു, ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയി. പക്ഷേ ഇത് എനിക്ക് പാസ്സാകണം. ഈ അപ്പോയിൻമെൻറ്റ് പാസ്സായാലേ എനിക്ക് സാലറി ലഭിക്കത്തുള്ളൂ. സാധാരണ പാസ്സാകാനായിട്ട് 1 വർഷം തൊട്ട് 2 വർഷം വരെയുള്ള സമയം എടുക്കാറുണ്ട്. അമ്മ മാതാവിനോട് ആദ്യം പറഞ്ഞു, ആദ്യം ഉടമ്പടിയിൽ എഴുതി ഇത് എനിക്ക് പാസ്സാക്കി തരണം. അമ്മ മാതാവ് 30/3/2024 എനിക്ക് അപ്പോയിൻമെൻറ്റ് പാസ്സാക്കിക്കൊണ്ടുള്ള ഓർഡർ RDD കോട്ടയത്ത് നിന്ന് ലഭിച്ചു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. അമ്മ, ഞാൻ പറഞ്ഞത് 7/12 എൻ്റെ ഇൻ്റർവ്യൂ നടക്കണമെന്നാണല്ലോ. എന്നിട്ട് അമ്മ എനിക്ക് ഇൻ്റർവ്യൂ നടത്തിയത് 20/12 21/12 ഞാൻ ജോയിൻ ചെയ്യുന്നു, 22/12 ഞാൻ ഏജ് ഓവർ ആകുന്നു. അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട് ഫയലുകൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് രൂപതയുടെ മൊത്തം ഇൻ്റർവ്യൂ നടക്കാൻ ഡയറക്ടറേറ്റിൽ നിന്ന് മെയിൽ കിട്ടിയ ദിവസം 7/12/2023 തന്നെയാണ്. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായി. അതിനുശേഷം ഞാനൊരു സ്കോളറാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്. ഞാൻ ജോലിയിലിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ ഞാൻ ജോയിൻ ചെയ്താണ്. അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം സ്കോളറാണ്. അപ്പോൾ എൻ്റെ ഗൈഡ് റിട്ടയർ ചെയ്ത പേഴ്സണാണ്. അപ്പോൾ അന്നത്തെ യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് ഗൈഡ് റിട്ടയർ ആയാൽ നമുക്ക് 6 വർഷത്തിനുള്ളിൽ നമ്മുടെ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഈ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു. മാനസികമായ സങ്കടങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്തോ 1.5 വർഷം എൻ്റെ വർക്കുകളൊന്നും മുന്നോട്ട് പോയില്ല. ഞാൻ നിരാശപ്പെട്ടു. എൻ്റെ മുന്നിൽ ചിലപ്പോൾ ഒരു 4-5 മാസം മാത്രമേ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടുള്ളൂ. ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തു, എക്സാം എഴുതി, എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഈ ഒരു പ്രബന്ധം സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഭയങ്കര സങ്കടമായി. എന്തായാലും ഉടമ്പടിയിൽ ഞാനതൊരു വിഷയമായിരുന്നു. എൻ്റെ PhD എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഉടമ്പടിയിൽ എഴുതുമായിരുന്നു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഓർഡർ വന്നു. ഗൈഡ് റിട്ടയർ ചെയ്താലും പാർട്ട് ടൈം സ്കോളേഴ്സിൻ്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു. 6 വർഷമല്ല 8 വർഷം വരെ ആക്കി. എന്ന് പറഞ്ഞാൽ ഇനിയും എനിക്കൊരു 2 വർഷവും കൂടി മാതാവ് തന്നു എൻ്റെ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇതും അമ്മ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഉടമ്പടി നിർത്തിയില്ല. വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. അത് 21/5/2024 4ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ എഴുതി, അമ്മേ, എൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം ഞാനാണ്. ജോലി തന്നു, എല്ലാം എനിക്ക് തന്നു. ശമ്പളം മാത്രമില്ല, കുഞ്ഞുങ്ങളുടെ പഠനം, ജീവിതകാര്യങ്ങൾ, അത്യാവശ്യമായ ബാധ്യതകളെല്ലാം എനിക്കുണ്ട്. അമ്മ മാതാവ് എന്നെ കാത്തുകൊള്ളണേ, എനിക്ക് ഇതിൽ നിന്നുള്ള സാലറി റിലീസ് ചെയ്ത് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് ജൂണിൽ എൻ്റെ ആദ്യത്തെ സാലറി റിലീസ് ചെയ്ത് തന്നു. അതിനോടൊപ്പം തന്നെ ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി ആഗ്രഹിച്ചിരുന്നു. ഗവൺമെൻറ് എംപ്ലോയീസിന് അറിയാം, സ്പാർക്കിൽ എൻ്റർ ചെയ്യുമ്പോൾ പെൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് കിട്ടും. ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, മാതാവേ, 7 എന്നുള്ള ഒരു അക്കം എനിക്ക് ആ നമ്പറിൽ വേണം. എന്നും നിൻ്റെ ഒരു അനുഗ്രഹമായി ഈ ജീവിതവും ഈ ജോലിയും കാണാൻ എനിക്കത് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പെൻ നമ്പർ വന്നപ്പോഴും അതിൽ 7 എന്നൊരക്കം അമ്മ മാതാവ് എനിക്ക് തന്നു. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇത് കൂടാതെ എനിക്ക് 2ാമത്തെ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് അഭിഷേക തൈലം ഉപയോഗിച്ച് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു 5 വർഷം മുന്നേ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ മാരേജ് ചെയ്തു. ആദ്യത്തെ പ്രഗ്നൻ്റ് ആയി, അബോർഷനായി പോയി. 2ാമത് നോക്കിയിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടീസ് കാണുന്നു. അപ്പം ഞാൻ ഇവിടെ എല്ലാ മാസവും വരും. എല്ലാ മാസവും വന്ന് ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോകും.
കാശിരൂപം വാങ്ങും, തൈലം വാങ്ങും, ഉപ്പ് വാങ്ങും, തേൻ വാങ്ങും. ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഇവിടുന്ന് അതെല്ലാം എൻ്റെ ബാഗിനകത്ത് കാണുമായിരുന്നു. അങ്ങനെ ഇവളുടെ മുഖമാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വരുന്നത്. ഞാൻ ഉടനെ തന്നെ അവളുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് അവൾക്കൊരു ടെക്സ്റ്റൈൽ ഷോറൂം ഉണ്ട്. അവൾ അതെല്ലാം നോക്കി നടത്തുവാണ്. അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഉടനെ ഞാൻ അമ്മയ്ക്കും ഈ കുഞ്ഞിനും കാശിരൂപം കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം എനിക്ക് മടിയായിരുന്നു, കാരണം ഉടമ്പടിയുടെ ആദ്യത്തെ സമയമാണ്. എനിക്കൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമാണിത്, അത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഞാൻ ചോദിച്ച ഉടനെ തന്നെ അവളും അമ്മയും പറഞ്ഞു, അതിനെന്നാ മിസ്സേ, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് അവളുടെ വയറ്റിൽ ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ കുറച്ച് ദിവസങ്ങളും ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അവൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആണ്. ഒരു കുട്ടിയല്ല, 2 കുട്ടി ട്വിൻസ് ആണ്. ഒരു മോനും മോളും സുഖമായിട്ട് അമ്മയും കുഞ്ഞുങ്ങളും ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുന്ന് തിങ്കളാഴ്ച വെളുപ്പിനെ 5:30 ബസ്സിൽ കയറണം. രാത്രി വെള്ളിയാഴ്ച 8:45 വീട്ടിലെത്തുന്നത്. അപ്പം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചത്തെയും സായാഹ്ന പ്രാർത്ഥനയും മോർണിംഗത്തെ പ്രേയറും എനിക്ക് 5:30 നടക്കത്തില്ല. അത് ഞാൻ നേരത്തെ ചൊല്ലും. വെള്ളിയാഴ്ച ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. ബാക്കി എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രേയറുകൾ ചെയ്യും, ബൈബിള് വായിക്കും. ഞങ്ങൾ കുടുംബപരമായിട്ട് കൂദാശ ജീവിതം നയിക്കണമെന്ന് എഴുതി വെച്ചു. ഇന്ന് മോർണിംഗ് വരെയും ഞങ്ങൾ കുടുംബമായിട്ട് ഒരാൾ ചെന്നൈയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണ്, മൂത്ത മോൻ. ഞങ്ങൾ 3 പേരും കുടുംബവുമായിട്ട് എന്നും കുർബാന കാണാൻ മുടക്കാറില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുന്ന യാത്രയുടെ ഇടയിലാണ്. ഓട്ടോയിൽ കയറിയാൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ ഞാൻ പത്രം കൊടുക്കും, കാശും കൊടുക്കും. എന്നിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, ചേട്ടന് ഈ പത്രം ഓട്ടോയിൽ വെക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി മാറണേന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ അമ്മച്ചിമ്മ ഞങ്ങൾ വിമൻസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കാശുരൂപം കൊടുക്കും, പത്രം കൊടുക്കും, ഉപ്പ് കൊടുക്കും. ഇങ്ങനെ ഞാൻ പോകുന്ന വഴികളിലെല്ലാമാണ് പ്രേക്ഷിത പ്രവർത്തനം. ശനിയാഴ്ച ഒരു ദിവസം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഞായറാഴ്ച മോർണിംഗ് തൊട്ട് ഉച്ചവരെയും പള്ളിയിൽ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഞാനൊരു 9 വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നാൽ കുഞ്ഞുങ്ങൾക്കും ഉള്ള കാര്യങ്ങൾ വീട്ടിൽ അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ എനിക്ക് ലഭിക്കാറുള്ളൂ. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് എങ്ങും പോയി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആർക്കും ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എന്ന് ആഗ്രഹിക്കുന്നു അന്ന് ആരെങ്കിലുമൊക്കെ ഭക്ഷണം ചോദിച്ച് എൻ്റെ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ എന്തുണ്ടോ അത് അന്ന് ഞാൻ അവർക്ക് വയറ് നിറയെ കൊടുത്തു വിടും. അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു.